ഹലോ, ഇന്നൊരു ട്രിപ്പായാലോ സൗത്ത് ആൻഡ് നോൺ സീയിലേക്ക്. അങ്ങനെ നമ്മൾ ബാർക്കിംഗ് സ്റ്റേഷനിലെത്തി. ഇവിടെ നിന്ന് C2C ട്രെയിനിലാണ് പോകുന്നത്. നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട്സും ഉണ്ട്. ഈ ട്രെയിനിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് ഗൈസ്. കാരണം ഇംഗ്ലണ്ടിൻ്റെ വില്ലേജ് സൈഡ് മൊത്തം നമുക്ക് നല്ലവണ്ണം ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചും കത്തിയടിച്ചും 1 അവർ പോയതറിഞ്ഞില്ല. ഇതാണ് സൗത്ത് ആൻഡ് സെൻട്രൽ സ്റ്റേഷൻ. നമുക്കിനി ഇവിടെ നിന്ന് വേണം നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ. അങ്ങനെ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി സ്റ്റേഷന് പുറത്ത് കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ നമ്മൾ പുറത്തെത്തി ഗൈസ്. ഇവിടെ നിന്ന് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് 15 മിനിറ്റ്സ് വാക്കിംഗ് ഉണ്ട്. സോ എന്നാൽ നമുക്ക് പോയാലോ. അങ്ങനെ നമ്മൾ ഹൈ സ്ട്രീറ്റിലേക്ക് കയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇഷ്ടംപോലെ ഷോപ്സുകളുണ്ട്. ഫ്രൂട്ട്സിൻ്റെ, ഡ്രസ്സിൻ്റെ, സൂപ്പർ മാർക്കറ്റുകൾ, പിന്നെ റെസ്റ്റോറൻറ്റുകൾ, അങ്ങനെ ഒരുപാട്. ഇത് ഔട്ടർ ആയതുകൊണ്ട് ഷോപ്സ് കുറവാണെന്ന് വിചാരിച്ച് ഫുഡും ഡ്രിങ്ക്സും എല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ അടുത്തുകൊണ്ടിരിക്കുന്നു ഗൈസ്. അറ്റ് ലാസ്റ്റ് അങ്ങനെ സൗത്ത് ആൻഡ് നോൺ സീ എത്തി. ഇതാണ് നമ്മുടെ ബീച്ച്. ഈ ബീച്ചിനൊരു പ്രത്യേകതയുണ്ട്. ഒരു സൈഡിൽ അമ്യൂസ്മെൻറ്റ് പാർക്കും വേറൊരു സൈഡിൽ ബീച്ചും. അതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററിലായിട്ടൊരു പിയറും ഉണ്ട്. ടൈം ഓൾമോസ്റ്റ് 10:30 ആയി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. സോ ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുഡും കഴിച്ചു. നമ്മുടെ അശ്വതി സജി നല്ല അടിപൊളി ചപ്പാത്തിയും കടലക്കറിയും കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇച്ചാൻ്റെ ചിക്കൻ കബാബും കൂടെയും കൂട്ടി ഫുഡ് കഴിച്ചിട്ടാവും അതിന് ബാക്കി. അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. എന്നാൽ നമുക്ക് പിയറിലേക്ക് പോയാലോ. പിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കടൽപ്പാലം. ഇതാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പ്ലഷർ പിയർ. ഈ പിയറിലൂടെ നടക്കണമെങ്കിലും നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് വെച്ചാണ് ഇവിടെ എൻട്രി. അതുകൂടാതെ നടക്കാൻ മടിയുള്ള ആൾക്കാർക്ക് ഇവിടെ ട്രെയിൻ സർവീസും ഉണ്ട്. സോ ഞങ്ങൾ എന്തായാലും നടക്കാൻ പ്രിഫർ ചെയ്തു. കാരണം ട്രെയിനിലാണെങ്കിൽ ഡയറക്റ്റ് ഒരെൻഡിൽ നിന്ന് നെക്സ്റ്റ് എൻഡിലേക്കാണ് ട്രിപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിലുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ മിസ്സാവും. ബട്ട് നടന്നു പോയാൽ നമുക്ക് പോകുന്ന വഴിക്ക് ഫിഷിങ്ങിന് വരുന്ന ആളുകൾ ഫിഷിങ് ചെയ്യുന്നത് കാണാം. അതുപോലെ തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള പ്ലേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ഫോട്ടോസ് എടുക്കാം, വ്യൂസ് എല്ലാം കിട്ടും. സോ ഓൾമോസ്റ്റ് എല്ലാ ആളുകളെയും പോലെ ഞങ്ങളും വോക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ടീം മൊത്തം നടന്ന് വയ്യാണ്ടായി. നടന്ന് ക്ഷീണിച്ചു. ഇത് 2 കിലോമീറ്റർ ഉണ്ട് ഈ പാലം. അയ്യോ, അടുത്തത്തെ ഗൈസ് ഇത് ട്രെയിൻ വരും നമുക്ക് പാലം. ആക്ച്വലി ഞാൻ റിവർ തെയിംസാണിത്. റിവർ തെയിംസിന് നടുക്കിലൂടെയാണ് ഈ നടക്കുന്നത്. കണ്ടതോ ഓൾമോസ്റ്റ്. അപ്പോൾ മിഡിലായി ഞങ്ങൾ അവിടെയാണ് പോകേണ്ടത്. അവിടെ നിന്നാണ് വന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് നടുക്കാണ്. നല്ല ഡെപ്ത് ഉണ്ട് ഇവിടെ. സീ അല്ല, ഇത് റിവറാണ്. സീ ആ ഒരു ഡയറക്ഷനിലാണ്.
അങ്ങനെ നമ്മൾ നടന്ന് പിയറിൻ്റെ എൻഡിലെത്തി. ഇവിടെ കുറേ സ്റ്റാളുകളും ചെറിയൊരു DJ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ടൂറിസ്റ്റുകൾക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ഐസ്ക്രീം സ്റ്റാളിൽ നിന്ന് അശ്വതി ഐസ്ക്രീമായിട്ട് വരുന്നു ഗൈസ്. ഈ പിയറിൻ്റെ എൻഡ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ടൂറിസ്റ്റുകൾക്ക് ചില്ലാവാനും അതുപോലെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. നമ്മൾ ബോട്ടിൽ കടലിലൂടെ പോകുമ്പോഴാണല്ലോ നമുക്ക് കടലിൻ്റെ ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു കാറ്റൊക്കെ കിട്ടുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഹോളിഡേ ഒത്തു വന്നപ്പോൾ ഒരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തത് ഒരു റിലീഫിനും എൻജോയ്മെൻറ്റിനും ഒക്കെ വേണ്ടിയാണ്. കാരണം നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നാട് നല്ലോണം മിസ്സാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഡേ ഒന്ന് ട്രിപ്പ് പ്ലാൻ ചെയ്ത് ട്രിപ്പ് പോയി അതല്ലെങ്കിൽ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡേയ്സ് ബെറ്റർ ആവും. സോ ഇന്ന് നല്ലൊരു ഡേ തന്നെയായിരുന്നു. ഇച്ചായൻ്റെ സ്പെഷ്യലായ ചിക്കൻ കബാബ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മളത് കഴിച്ച് നമ്മൾ ആ DJയിൽ 2 സ്റ്റെപ്പൊക്കെ ഇട്ട് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാണ് ഗൈസ്. നമ്മൾ നടന്നു വന്ന പിയറാണ് കാണുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് ഗൈസ്. ശരിക്കും നമുക്കൊരു ഹോളിഡേ അല്ലെങ്കിൽ ഒരു വെക്കേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ് സൗത്ത് ആൻഡ് ഓൺ സീ. നിങ്ങൾ ഈ കാണുന്നത് ഞങ്ങൾ ഫോട്ടോക്ക് വേണ്ടി പോസ് ചെയ്യുന്നതാണ്. പക്ഷെ അവർ ഞങ്ങൾക്ക് എടുത്തു തന്നത് ഒരു വീഡിയോയാണ്. അവർക്ക് നല്ല ഫോട്ടോസ് എല്ലാം കിട്ടിയപ്പോൾ ഞങ്ങളുടെ ഫോട്ടോ എടുക്കണതിന് പകരം ഞങ്ങൾക്ക് വീഡിയോ എടുത്തു തന്നു. എങ്ങനെയുണ്ട്? ഈ ബോട്ട് ശരിക്കും ഈ സീനെ ക്ലീൻ ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ബോട്ടിലെ മെക്കാനിസം വെച്ച് ആ പായലും കാര്യങ്ങളും എല്ലാം കട്ട് ചെയ്ത് സീ ക്ലീൻ ആക്കുന്നതാണ്. അങ്ങനെ നമ്മളവിടെ നിന്നപ്പോഴാണ് ഈ മിറർ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇവിടെ കുറേ മിറേഴ്സ് വെച്ചിട്ടുണ്ട്. ഓരോ മിററിലും നമ്മുടെ വേറെ വേറെ ഷേപ്പുകളാണ് കാണാൻ പറ്റുക. ചിലതൊക്കെ നല്ല ഫണ്ണിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്കെല്ലാവർക്കും ഒന്ന് റെസ്റ്റൊക്കെ ചെയ്ത് ഒന്നിരിക്കാൻ പറ്റിയ പ്ലേസ് നോക്കിയുള്ള നടപ്പാണിത്. ശരിക്കും നല്ല ക്രൗഡഡ് ഇന്ന്. അതുപോലെ തന്നെ കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് ഒരുപാട് പ്ലേയിങ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ബീച്ചിൽ. ഈ ബീച്ചിൽ വന്നപ്പോൾ ഇംഗ്ലണ്ടിലുള്ള ആളുകൾ എങ്ങനെയാണ് അവരുടെ ബീച്ച് ഡേ സ്പെൻഡ് ചെയ്യുന്നതെന്ന് നമുക്ക് ശരിക്കും മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ബീച്ചിലൊക്കെ ഇറങ്ങി ടൈം സ്പെൻഡ് ചെയ്ത് കുറേ നേരം അവിടെ എൻജോയ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വിശപ്പായി. സോ ഞങ്ങളത് വൈൻഡപ്പ് ചെയ്ത് കയറി റിച്ചു ചിക്കൻ ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും വെച്ച് സാലഡും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ച് ഞങ്ങളൊരു ചിക്കൻ റാപ്പ് ഉണ്ടാക്കുകയാണ് ഗൈസ്. എല്ലാവരും വെള്ളത്തിലിറങ്ങി ക്ഷീണിച്ച് ലാസ്റ്റ് വിശപ്പ് കൊണ്ട് ഫുഡിങ്ങിലാണ് ഗൈസ്. റാപ്പ് ഞാൻ സെറ്റ് ചെയ്തുകൊണ്ട് പറയല്ല, സംഭവം അടിപൊളിയാ. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ നിന്ന് പതിയെ അടുത്ത സ്പോട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള അമ്യൂസ്മെന്റ് പാർക്കിലും അതുപോലെ തന്നെ അവിടെയുള്ള ഷോപ്പുകളിലൊക്കെ കയറി ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.